ഇന്ന് ഞാൻ മക്കൾക്ക് പൂരപ്പൊടി ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നറിയാമോ? എല്ലാവരും അരിപ്പൊടി കൊണ്ടല്ലേ ഉണ്ടാക്കുക. ഞാനിതാ ഈ പ്രോട്ടീൻ പൗഡറും കൊണ്ടാണ് പൂരപ്പൊടി ഉണ്ടാക്കാൻ പോകണത് കേട്ടോ. അപ്പം ഞാനിതാ 1 ഗ്ലാസ് അരി വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സെപ്പറേറ്റ് ഇതിലുണ്ട് ബദാം, നിലക്കടലും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി അണ്ടിപ്പരിപ്പും അതേപോലെ ബദാമും കൂടെ ചേർക്കുന്നുണ്ട്. പൂരപ്പൊടിക്ക് വറുക്കുന്നത് പോലെ ഞാനിതാ ഈ പൊടിയും അതേപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം വറുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഞാൻ ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതേപോലെ ബദാം ഒന്ന് ചൂടാക്കിയിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ ഈ അരി ഒന്ന് പൊടിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ബദാമും അരിയും കൂടെ ഒന്നിച്ച് പൊടിക്കാം കുറേശ്ശെയായിട്ട്. കാരണം ബദാം മാത്രം പൊടിക്കുമ്പോൾ എണ്ണ കിനിയും. ഞാൻ പൊടിച്ചെടുത്ത് വരാം. ഞാനിതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഇതുപോലെ ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ചീകിട്ട് കൊടുക്കാം. ശർക്കര ചീകിയതും പൊടി ഇവിടെ ഞാനിതാ ഇങ്ങനെ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഇതിപ്പം ഞാൻ പൊടിച്ചതിൻ്റെ പകുതി പൊടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൊണ്ട് വേറൊരു ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. അപ്പം ആരും ലൈക്കും ഷെയറും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതൊരു ഉണങ്ങിയ ഡപ്പയിൽ എടുത്ത് ഭദ്രമായിട്ട് എടുത്ത് വയ്ക്കുക. മക്കൾക്ക് കുറേശ്ശെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ.